അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരമകാരുണികനും കരുണാവാരിധിയുമായ ദൈവം തമ്പുരാന്റെ രക്ഷയും സമാധാനവും നമ്മിലെല്ലാവരിലും വർഷിക്കുമാറാകട്ടെ. വേദിയിലുള്ള ആദരണീയരായ വിശിഷ്ടരായ മതപണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും പ്രത്യേകമായി പേരെടുത്ത് പരാമർശിച്ച് ഞാൻ എൻ്റെയും നിങ്ങളുടെയും വിലപിടിപ്പുള്ള സമയത്തെ നഷ്ടപ്പെടുത്തുന്നില്ല. ഈ മഹാക്ഷേത്രാങ്കണത്തിൽ അതിഥിയായി ക്ഷണിക്കപ്പെട്ടതിലും ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അല്പനേരം സംസാരിക്കാൻ അവസരം ലഭിച്ചതിലും ഞാൻ സംഘാടകരോട് നന്ദി പറയുകയും സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിന്റെ ഭാരവാഹികളെ ഞാൻ പ്രത്യേകമായി ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. ഒരുപക്ഷെ സമകാലിക കേരളം, ഭാരതം, ലോകം ഇത്തരം മഹാസദസ്സുകളെ പ്രതീക്ഷിക്കുന്നു. മതത്തിന്റെ പേരിൽ തീവ്രവാദവും ഭീകരതയും ഫാഷിസവുമൊക്കെ അരങ്ങ് തകർക്കുന്ന ഈ ലോകത്ത് മതം കച്ചവടവൽക്കരിക്കപ്പെടുകയും മതപണ്ഡിതന്മാർ, പുരോഹിതന്മാർ സ്വാർത്ഥംബരികളായി തീരുകയും അധികാര രാഷ്ട്രീയത്തിന്റെ വിഹിതം പറ്റുന്ന പുരോഹിത വർഗത്തിന്റെ അവിഹിതമായ ഇടപെടലുകളിലൂടെ രാജ്യത്ത് വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മതത്തിന്റെ സ്നേഹവും ശാന്തിയും സമാധാനവും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഈയടുത്ത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടന, ഉന്നതരായ അഭിഭാഷകർ നേതൃത്വം കൊടുക്കുന്ന സംഘടന, ഇന്ത്യ ഗവൺമെന്റിന് നൽകിയിട്ടുള്ള ഒരു പഠന റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ രാജ്യത്ത് നടന്ന ആയിരക്കണക്കിന് വർഗീയ കലാപങ്ങൾ, അതിൽ കൂടുതലും തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടുമുമ്പായിരുന്നു എന്നാണ്. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടുമുമ്പ് വർഗീയ കലാപങ്ങൾ നടക്കുന്നു? അതിന്റെ ഒരേയൊരു ഉത്തരം നമുക്കറിയാം. ഒരുപക്ഷെ എന്താണ് വർഗീയ കലാപം എന്ന ചോദ്യത്തിന്റെ കൂടി ഉത്തരം അതാണ്. അധികാര തൽപരരായ രാഷ്ട്രീയ മേലാളന്മാരും സ്വാർത്ഥംബരികളായ പുരോഹിത പരിഷകളും തമ്മിലുള്ള അവിഹിത ബന്ധത്തിൽ പിറന്നു വീഴുന്ന ജാരസന്ധതിയാണ് വർഗീയത. ആ വർഗീയതയെ നിർമ്മാർജ്ജനം ചെയ്യാൻ മതത്തിന്റെ സ്നേഹ കൂട്ടായ്മകൾക്ക് സാധിക്കേണ്ടതുണ്ട്. മതം വികാരമല്ല. ഇന്ന് പലപ്പോഴും നമ്മുടെ മതസമൂഹം മതത്തെ വികാരപരമായാണ് വിശകലനം ചെയ്യുന്നത്. മതം വിചാരമാണ്. ഒട്ടനവധി മനുഷ്യന് മാത്രം ജഗന്നിയന്താവ് അനുഗ്രഹിച്ചു നൽകിയിട്ടുള്ള മനുഷ്യന്റെ ചിന്താശേഷിയെ, വിചാരബോധത്തെ തട്ടിയുണർത്തുകയാണ് മതഗ്രന്ഥങ്ങളുടെ ആധ്യാത്മിക പാഠങ്ങൾ. അതുകൊണ്ട് തന്നെ മതപഠന സദസ്സുകൾ, അവിടെ വിചാരബോധമാണ് സജീവമാകേണ്ടത്. സാധാരണക്കാരായ മതനാമധാരികൾ ഒരുപക്ഷെ വികാരജീവികളാവാം. ആ വൈകാരികത മാറ്റിവെച്ചുകൊണ്ട് മതത്തെ പഠിച്ചറിയാൻ സാധിക്കണം. ഈ പ്രഭാഷണത്തിന് കോഴിക്കോടിൽ നിന്ന് ഇവിടേക്ക് കടന്നു വരുമ്പോൾ പ്രഗത്ഭനായ ഒരു എഴുത്തുകാരൻ, ഇന്ത്യ രാജ്യത്തെ മഹാമുനി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ചിന്തകൻ, ഋഷിവര്യൻ, പണ്ഡിതൻ ആമുഖ ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിന്റെ സംസ്കൃതിയെക്കുറിച്ച്, ആർഷഭാരത സംസ്കൃതിയെക്കുറിച്ച് ലോകത്തിന് മുമ്പിൽ പ്രഭാഷണം നടത്തിക്കൊണ്ട് വിശദീകരിച്ച സൈദ്ധാന്തികൻ, ആചാര്യൻ സ്വാമി വിവേകാനന്ദന്റെ സാഹിത്യ സർവസ്വം കൃതികളുടെ സമാഹാരം ഞാനൊന്ന് കണ്ണോടിച്ചു.
അതിലെ ഒരു പരാമർശം എന്റെ മനസ്സിനെ മതിച്ചതുകൊണ്ട് ഞാൻ ഈ പ്രബുദ്ധ സദസ്സിന്റെ മുമ്പിൽ അത് വിശദീകരിക്കുകയാണ്. സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിന്റെ 101 വാള്യത്തിന്റെ 182 പേജിൽ പറയുന്നു, അനുഭവവേദ്യമാകുന്നതുവരെ മതത്തെപ്പറ്റി സംസാരിച്ചതുകൊണ്ട് വലിയ ഫലമില്ല. മതം, അതിന്റെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും മനുഷ്യന്റെ അനുഭവ സമ്പത്തായി തീരുമ്പോഴാണ് ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ അത് പ്രസക്തമായി തീരുക. ഈശ്വരന്റെ പേരിൽ ഇത്രയധികം കലക്കവും കലഹവും യുദ്ധവും ഉണ്ടാകാൻ കാരണമെന്ത്? മറ്റേതിലുമധികം രക്തപ്രവാഹം ഈശ്വരനെ ചൊല്ലിയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതെന്തുകൊണ്ട് മതത്തിന്റെ ഉറവയുടെ ഉൽപ്പത്തി വരെ പോകാഞ്ഞിട്ട് തന്നെ? അദ്ദേഹം അതിന് മറുപടി നൽകുകയാണ്. ഈശ്വരന്റെ പേരിൽ കലഹവും കലാപവും ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? മതത്തിന്റെ ഉറവയുടെ ഉൽപ്പത്തി വരെ പോകാഞ്ഞിട്ട് തന്നെ. അഗാധമായ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ അഭാവമാണ് വൈകാരികമായ നിലപാടുകൾക്ക് അടിസ്ഥാന കാരണം. തങ്ങളുടെ പൂർവികന്മാരുടെ മാമൂലാചാരങ്ങൾക്ക് മനസ്സമ്മതം മൂളി സാധുജനം അങ്ങനെ തൃപ്തിപ്പെട്ടു. മറ്റുള്ളവരും അങ്ങനെ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. നാട്ടാചാരങ്ങളും പാരമ്പര്യമായി കാത്തുസൂക്ഷിക്കുന്ന അന്ധവിശ്വാസങ്ങളുമൊക്കെയായി മതം മാറി. മതത്തിന്റെ പ്രഭവത്തിലേക്ക് തിരിച്ചു പോകാൻ, വിശ്വാസത്തിന്റെ വിശുദ്ധിയിലേക്കും തെളിച്ചത്തിലേക്കും വെളിച്ചത്തിലേക്കും കടന്നു പോകാൻ നമുക്ക് സാധിക്കണം. അവിടെ ഈ ക്ഷേത്രത്തിന്റെ പേര് പരാമർശിക്കപ്പെട്ടതുപോലെ മഹത്തായ ഒരു ആധ്യാത്മിക ദർശനത്തെ കാണാൻ നമുക്ക് സാധിക്കും. പരബ്രഹ്മം, ഓംകാരം. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, ഓംകാരത്തിന് മലയാളത്തിലെ ബൃഹത്തായ ഭാഷാ നിഘണ്ടു ശബ്ദധാരാവലി നൽകിയിട്ടുള്ള അർത്ഥം പരബ്രഹ്മ സൂചകമായ പ്രണവമന്ത്രം എന്നാണ്. സാക്ഷാൽ പ്രപഞ്ചനാഥൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശിവനല്ല പരബ്രഹ്മം. ത്രിമൂർത്തി സങ്കല്പമൊക്കെ പിൽക്കാലഘട്ടത്തിലെ ഇതിഹാസപരമായ സ്മൃതി ഗ്രന്ഥങ്ങളുടെ പൗരാണിക പാഠങ്ങളാണ്. ത്രിമൂർത്തി സങ്കല്പങ്ങൾക്കും ഉപരിയായ ചിന്തയാണ് പരബ്രഹ്മം എന്നതിന്റെ വിവക്ഷ. തമീശ്വരാണാം പരമം മഹേശ്വരം, താം ദേവതാനാം പരമം ച ദൈവതം, പദീം പദീനാം പരമം പരസ്ഥാത്, വിധാമ ദേവം ഭുവനേശമീഢ്യം. എല്ലാ ഈശ്വരന്മാരുടെയും ഉന്നതനായ ഈശ്വരൻ, സകല പതികളുടെയും അധിപതിയായിട്ടുള്ളവൻ, സർവചരാചരങ്ങളുടെയും പരിപാലകൻ, ഭുവനേശൻ, ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ, അവന് ഞങ്ങൾ ഈഢ്യമർപ്പിക്കുന്നു, ആരാധനകൾ അർപ്പിക്കുന്നു. ആ ഈശ്വരനിലേക്കുള്ള തിരിച്ചുപോക്കാണ് വേദഗ്രന്ഥങ്ങളുടെ സമന്വിത സന്ദേശം. ഇതൊരു മഹാസത്യമാണ്. ആ ഈശ്വരൻ ഹിന്ദുവിന്റെ മാത്രം ദൈവമല്ല, ക്രിസ്ത്യാനിയുടെ മാത്രം ദൈവമല്ല, മുസ്ലിങ്ങളുടെയോ ബൗദ്ധരുടെയോ ജൈനരുടെയോ മാത്രം ദൈവമല്ല. ഈ മഹാപ്രപഞ്ചത്തിന്റെ സത്താവും സംരക്ഷകനുമായ ദൈവമാണ്. ആ ദൈവത്തെക്കുറിച്ചാണ് മുനിമാരും ഋഷിമാരും പ്രവാചകന്മാരും പറഞ്ഞതും പഠിപ്പിച്ചതും. അവരാരും തന്നെ, പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക, അവരാരും തന്നെ, ഒരു മുനിയും ഋഷിയും പ്രവാചകനും തങ്ങളെ ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ. എന്താണ് പ്രാർത്ഥന? നേർച്ച വഴിപാടുകൾ. മനുഷ്യന്റെ അകത്തളങ്ങളിലെ നിസ്സഹായതയുടെ നിലവിളിയാണ് പ്രാർത്ഥന. ആ ശരണം വിളി ആർക്കാണ് അർപ്പിക്കേണ്ടത് എന്ന് വേദഗ്രന്ഥങ്ങൾ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഭാരതീയ വേദഗ്രന്ഥങ്ങളുടെ ശ്ലോക സമാഹാരത്തിൽ ഏറ്റവും മഹോന്നതമായി അറിയപ്പെടുന്നത് മഹാനിർവാണ സ്തോത്രമാണ്. മഹാനിർവാണ സ്തോത്രം ഏറ്റവും മഹോന്നതമായ. നിർവാണമെന്നാൽ മോക്ഷം, സ്തോത്രമെന്നാൽ സ്തുതിഗീതം, പ്രാർത്ഥനാ മന്ത്രം. ഓം നമസ്തേ സദേ സർവലോകാശ്രയായ, നമസ്തേ ചിതേ വിശ്വരൂപാത്മകായ, നമോദ്വൈത തത്വായ മുക്തിപ്രദായ,
നമോ ബ്രഹ്മണേ വ്യാപിനേ നിർഗുണായ ത്വമേകം ശരണ്യം ത്വമേകം വരേണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാതൃ പ്രഹർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപം തദേകം സ്മരാമസ്തദേകം ജപാമ തദേകം ജഗത് സാക്ഷി രൂപം നമാമ. ഓം നമസ്തേ സദേ സർവലോകാശ്രയായ, സർവലോകങ്ങൾക്കും ആശ്രയം നൽകുന്നവനായ ആ ഓംകാര ശക്തിക്ക്, പരബ്രഹ്മത്തിന്, ഏകനായ പടച്ചതമ്പുരാന്, അല്ലാഹു സുബ്ഹാനഹു തആലക്ക്, യഹോവയ്ക്ക് ഞാൻ എന്റെ പ്രണാമവും പ്രാർത്ഥനകളും അർപ്പിക്കുന്നു. ത്വമേകം ശരണ്യം, അവനോട് മാത്രം ഞാൻ, അവൻ ഏകനാണ്, അവനോട് മാത്രം ഞാൻ ശരണം തേടുന്നു. ത്വമേകം ജഗത് കർത്തൃ പാതൃ പ്രഹർത്തൃ, ആ ഏകനാണ് സൃഷ്ടി സ്ഥിതി സംഹാരകൻ. സൃഷ്ടിക്കാൻ ഒരു ദൈവം, സംഹരിക്കാൻ വേറൊരു ദൈവം, സ്ഥിതി നിയന്ത്രിക്കാൻ മറ്റൊരു ദൈവം, അതൊക്കെ മനുഷ്യ നിർമ്മിത, പുരോഹിത നിർമ്മിത വികല ഉച്ഛാഗതികളാണ്. ത്വമേകം ജഗത് കർത്തൃ പാതൃ പ്രഹർത്തൃ തദേകം സ്മരാമസ്തദേകം ജപാമ, ആ ഏകന്റെ മാത്രം ഞങ്ങൾ സ്മരിക്കുന്നു, ആ ഏകന്റെ നാമം ഞങ്ങൾ ജപിക്കുന്നു. തദേകം ജഗത് സാക്ഷി രൂപം നമാമഹ, ആ ഏകന് മുമ്പിൽ മാത്രം ഞങ്ങൾ നമസ്കരിക്കുന്നു. ഈ നിഷ്കളങ്കമായ ഏകദൈവ ആരാധന, അറബിയിൽ തൗഹീദ് എന്ന് പറയും. ആ ഏകദൈവ ആരാധനയാണ് മുനിമാരും ഋഷിമാരും പ്രവാചകന്മാരും പഠിപ്പിച്ചത്. യേശുക്രിസ്തുവിന്റെ ആധ്യാത്മിക പാഠത്തിലേക്ക് കടന്നു വന്നാൽ, ആദരണീയനായ എന്റെ സുഹൃത്തും അഭിവന്ദ്യ പുരോഹിതനുമായ ക്രൈസ്തവ പണ്ഡിതൻ ഇവിടെയുണ്ട്. മലയുടെ താഴ്വരയിൽ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് യേശുക്രിസ്തു. മലയുടെ താഴ്വരയിൽ ദൈവത്തിന്റെ സുവിശേഷം. ആ സന്ദർഭത്തിൽ പരീശന്മാർ, ശാസ്ത്രിമാർ, വേദമെഴുത്തുകാർ കടന്നു വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് മുഖ്യ ഉപദേശമെന്ന്. സുന്ദരമായ, അർത്ഥപൂർണമായ, ക്രിസ്തുവിന്റെ ആധ്യാത്മികമായ അറിവിനെ അളക്കുന്ന ചോദ്യമാണത്. വേദമെഴുത്തുകാരായ ശാസ്ത്രിമാരുടെ ചോദ്യം എന്താണ്? ഫസ്റ്റ് കമാൻഡ്, മുഖ്യ ഉപദേശം. ക്രിസ്തു നൽകിയ മറുപടി, നൂറ്റാണ്ടുകൾക്ക്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ്, യുഗാബ്ദങ്ങൾക്ക് മുമ്പ് 10 കൽപ്പനകളുമായി ഇസ്രയേൽ ജനത്തിലേക്ക് കടന്നു വന്ന മഹാപ്രവാചകൻ മോസസിന് നൽകപ്പെട്ട ഒന്നാമത്തെ കൽപ്പന തന്നെയാണ്. നിലവിലുള്ള ബൈബിളിന്റെ പഴയ